Good morning, all. Good morning. ന്യൂസ് മിസ് ഇട്ട് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ. മെയിന്റനൻസ് ഇൻ ഹോസ്പിറ്റൽ മുതലല്ലേ മിസ്സിന് തുടങ്ങേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? അവിടെ വരെയല്ലേ മിസ് എടുത്തത്? ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിന്റനൻസ് ഇൻ ഹോസ്പിറ്റൽ മീൻസ് ഫൈനലി ഇടിച്ചു വരെ എടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് ഒന്നും ഇണ്ടാത്തേ? അവിടെ വരെയല്ലേ മിസ് എടുത്തത്? സിജി പറയേ. ആരുല്ലേ? ഓക്കെ. മോർണിംഗ്. ബാക്കിയുള്ളവരാരും ക്ലാസ്സിൽ ഉണ്ടായില്ലേ? ഉണ്ടായില്ലേ? മിസ്സിന്റെ ക്ലാസ്സിൽ ഉണ്ടായില്ലേ? മക്കളെ, നിങ്ങ അവിടെ ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലേന്നൊന്നും മിസ്സുമാർക്ക് അറിയാൻ പറ്റില്ല. മിസ് ജസ്റ്റ് എന്താണ് നിങ്ങളുടെ ജസ്റ്റ് ആ ഒരു പേരുകൾ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ, വീഡിയോസ് ഒന്നും ഓണല്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളടുത്ത് റിപ്ലൈ ചെയ്യാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി? നമ്മൾ നേരിട്ട് അല്ലേ, ഒരു ഓഫ്ലൈൻ മോഡിലല്ല, ഓൺലൈൻ മോഡിലാണ് അല്ലെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണോ, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ അറിയുന്നത് നിങ്ങളുടെ ജസ്റ്റ് ആ മെസ്സേജിലൂടെ മാത്രമാണ് കേട്ടോ മിസ്സുമാർ അറിയുന്നത്. അപ്പൊ മിസ്സുമാർ ജസ്റ്റ് ചോദിക്കുന്നതിനൊന്ന് മറുപടി എങ്കിലും കൊടുക്കും കേട്ടോ, റിപ്ലൈ എങ്കിലും എന്താ മിസ്സുമാർക്ക്. ഓക്കെ. ക്ലാസ്സിൽ ഇല്ലാത്തവര് എന്ത് ചെയ്യണമെന്നോ, നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഒക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മിസ്സുമാര് കയറുമ്പോ ചോദിക്കാം കേട്ടോ. നിങ്ങളുടെ ഒഴിവ് പോലെ കാണാം കേട്ടോ. മിസ്സുമാർ ഇന്നത്തെ ക്ലാസ് കയറിയില്ലെങ്കിൽ ഇന്ന് തന്നെ കാണാൻ നിങ്ങൾ നിർബന്ധിക്കില്ല. നിങ്ങളുടെ ഒഴിവ് പോലെ ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ മിസ്സുമാര് ക്ലാസ്സിൽ കയറുമ്പോ ചോദിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ മിസ്സിന്റെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഉണ്ടായത് ആരൊക്കെയാണ്? ആരൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഞാൻ ഉണ്ടായിരുന്നു, ശരണ്യ ഉണ്ടായിരുന്നു. മിസ് എവിടം വരെ എടുത്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? മിസ്സിന് ഓർമ്മയില്ല, ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതാണ്. മിസ്സിന് അറിയാം മിസ് എവിടം വരെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ മിസ്സിന് അറിയാം. മിസ് എവിടം വരെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയട്ടെ. മിസ് എവിടം വരെ എടുത്തിട്ടുണ്ട്? ഓക്കെ. നെക്സ്റ്റിന് മെയിന്റനൻസ് ഇൻ ഹോസ്പിറ്റൽ ആണ് മുതലാണ് മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഇല്ലാത്തവര് ക്ലാസ് റെക്കോർഡഡ് ക്ലാസ് ഒക്കെ കാണാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് മെയിന്റനൻസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മെയിന്റനൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? മസ്റ്റ് ബി ഡൺ ബൈ അല്ലെ, നിർബന്ധമായും എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണം?
പ്രോപ്പർ ഇൻസ്റ്റോളേഷൻ അല്ലെ, നമ്മ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ വലിയ വലിയ മെഷീനറീസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. ശരിയായ രീതിയിൽ അല്ലെങ്കിൽ എന്ത് പറ്റും, അതിനെന്തെങ്കിലും കംപ്ലൈന്റുകൾ വരാം അല്ലേ. നമ്മുടെ ആ ഒരു ഇൻസ്റ്റലേഷൻ കറക്റ്റ് അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ വരാം. അതുകൊണ്ട് തന്നെ പ്രോപ്പറായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പ് കീപ്പിംഗ് ആൻഡ് റിപ്പയേഴ്സ് അല്ലെ, എന്താണ് നന്നായി കെയർ ചെയ്യണം അല്ലെ, നമ്മ കെയർ അല്ലെ നല്ല രീതിയിൽ സൂക്ഷിക്കുകയും വേണം. അതിനെന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ റിപ്പയേഴ്സ് ചെയ്യുകയും വേണം അല്ലെ, നന്നാക്കുകയും വേണം. നെക്സ്റ്റ് പറയുന്നത് പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിന്റനൻസ്. എന്താണ് നമ്മ പീരിയോഡിക് ആയിട്ട് ഒരു വർഷത്തിലെ 3 തവണ അല്ലെങ്കിൽ 4 തവണ ആ മെഷീനറീസ് ഒക്കെ ക്ലീൻ ചെയ്യുക. അതിന് കൂടാതെ എന്താണ് അത് കേടുപാടുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കേടുപാടുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെയിന്റനൻസ് ചെയ്യാറ്. ഇപ്പൊ നമ്മുടെ വീട്ടില് എന്തെങ്കിലും മെഷീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മ പറയാറില്ലേ ഗ്രീസ് കൊടുക്കണം, ഓയിൽ കൊടുക്കണം അല്ലെ, പറയാറുണ്ടോ? അത് തുടച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെ നമ്മുടെ കംപ്ലൈന്റ്സുകളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെന്താണ് പ്രിവെന്റീവ് ആയിട്ടുള്ള മെയിന്റനൻസ് നമ്മൾ സൂക്ഷിക്കണം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഓരോ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടും ഓരോ മെഷീനറീസുമായും ബന്ധപ്പെട്ട് അവരെന്ത് സൂക്ഷിക്കുന്നുണ്ട്, റെക്കോർഡുകൾ സൂക്ഷിക്കുന്നുണ്ട്. അത് റെക്കോർഡ് കീപ്പ് ചെയ്യുക, എന്ന് വാങ്ങിച്ചു, അതിന്റെ സർവീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട്, അവർക്ക് വാറന്റി കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഇനി വാറന്റി കാർഡുകൾ, ഗ്യാരണ്ടി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ് അല്ലെ, എന്താണ് സ്പെയറുകൾ സംഭരിച്ചു വെക്കണം. നമ്മുടെ മെഷീനറീസ് എക്യുപ്മെന്റുകളൊക്കെ കേടായി കഴിഞ്ഞാൽ അതിലുള്ള സ്പെയർസ് മാറ്റുന്നതിനുള്ള എന്താണ് സ്പെയർസ് അവര് സംഭരിച്ചു വെക്കണം. ഇപ്പൊ നമ്മ പുതിയ മിക്സി ഒക്കെ വാങ്ങിക്കില്ലേ, നമുക്ക് അഡീഷണൽ എന്താണ് സ്പെയർസ് കിട്ടാറുണ്ട് അല്ലെ. ചില മിക്സി ഒക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബ്ലേഡ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആ ഒരു മെഷീനറി വാങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ സ്പെയർസ് കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു മെഷീനറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെയർസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുക. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. മിസ് അതെടുത്തപ്പോ തന്നെ പറഞ്ഞു, യൂട്ടിലൈസേഷൻ ഹാസ് ടു ബി 80% to 90%, നോ അണ്ടർ ഓർ നോ ഓവർ യൂട്ടിലൈസേഷൻ അല്ലെ. ഇപ്പൊ നമ്മ തന്നെ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാല് നമ്മ പറയാറുണ്ടല്ലേ അത് ഒരുപാട് നമ്മ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട് അല്ലെ, ഓവർ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട് അല്ലെ. ഇപ്പൊ മിക്സി ഒക്കെ നമുക്ക് ഒരു ദിവസത്തിൽ നമ്മ 1 or 2 തവണ അടിക്കും അല്ലെ, ഉപയോഗിക്കുള്ളൂ. നമ്മ അത് 7 or 8 തവണ അത് യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഒരു ദിവസത്തില് ഓവർ യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് പറ്റും, അത് കംപ്ലൈന്റ് വരും അല്ലെ. അതല്ലെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കാൻ പാടുണ്ടോ? എന്തെങ്കിലും മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യാതിരിക്കാൻ പാടുണ്ടോ? യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മ പറയാറുണ്ട് അല്ലെ കംപ്ലൈന്റ് വരും. എന്താണ് തുരുമ്പ് പിടിക്കും, കംപ്ലൈന്റ് വരും എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് നമ്മ ഒരു എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ മെഷീനറീസ് ഒക്കെ എന്ത് ചെയ്യുക, ആ ഒരു മെഷീനറീസിന്റെ 80% to 90% നമ്മ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡിസ്കാർഡിംഗ് ഓഫ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റുകൾ അല്ലെ. എക്യുപ്മെന്റുകൾ തള്ളിക്കളയുക, നമ്മ വേണ്ടാന്ന് വെക്കുക. എപ്പോഴാണ് നമ്മ എക്യുപ്മെന്റുകൾ വേണ്ടാന്ന് വെക്കുന്നത്, നിരസിക്കുന്നത്? ഏത് സമയത്താണ്? നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റോറിൽ നിന്നൊക്കെ നമ്മ അത് ഉപേക്ഷിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ വീടുകളിൽ നിന്ന് സാധനങ്ങൾ ഉപേക്ഷിക്കും, വാഷിംഗ് മെഷീൻ, മിക്സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത് എപ്പോഴാണ്? കംപ്ലൈന്റ് ആകുമ്പോൾ അല്ലെ, സ്ക്രാപ്പിനൊക്കെ കൊടുക്കും അല്ലെ, സ്ക്രാപ്പ് ഒക്കെ ആകുമ്പോഴല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിലും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള അതിലും നല്ല ഫീച്ചേഴ്സ് ഉള്ള സാധനങ്ങളൊക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, പഴയത് മാറ്റാറുണ്ട് അല്ലെ, ആണോ? അപ്പൊ എന്താണ് ഡാമേജ് ആകുമ്പോൾ അപ്പൊ നമ്മൾ സ്ക്രാപ്പിന് കൊടുക്കും അല്ലെ. ഡാമേജ് ആകുമ്പോൾ, കംപ്ലൈന്റ് ആകുമ്പോൾ, അതല്ലെങ്കിൽ അത് ഒരുപാട് നാള് പഴക്കം വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും, നമ്മ പുതിയത് വാങ്ങാറുണ്ട് അല്ലെ. അപ്പൊ
a scrap item for reselling and giving free to small hospital. നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ ഡിസ്കാർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ക്രാപ്പ് ഐറ്റം ഫോർ റീസെല്ലിംഗ് അല്ലെ, അതെന്തെയും സ്ക്രാപ്പ് വിലക്ക് അല്ലെ സ്ക്രാപ്പില് വിൽക്കും, റീസെൽ ചെയ്യും. അതല്ലെങ്കിൽ എന്താണ്, ചെറിയ ചെറിയ ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ വാങ്ങിക്കാൻ കഴിവില്ലാത്ത അല്ലെ, നമ്മുടെ ഫണ്ട് ഇല്ലാത്ത ഹോസ്പിറ്റലില് അവർക്ക് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് അവർ ഈ എക്യുപ്മെന്റുകൾ നൽകുന്നു. ഓക്കെ ആണോ? നമ്മുടെ വീട്ടില് പുതിയ ടി വി, നല്ല പുതിയ ടി വി ഒക്കെ മേടിച്ചു കഴിയുമ്പോൾ, സ്മാർട്ട് ടി വി ഒക്കെ മേടിച്ചു കഴിയുമ്പോൾ പഴയ ടി വി ഒക്കെ നമ്മൾ പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കാറില്ലേ? നമുക്കത് കൊടുത്താൽ ഒട്ടും റേറ്റ് കിട്ടില്ല അല്ലെ. നമ്മൾ പുറത്ത് കൊടുത്താലും നമുക്ക് ചിലപ്പോൾ ഒരു 500 രൂപ ഒക്കെ കിട്ടുള്ളൂ അല്ലെ. അതിലും വേണ്ട എന്താണ്, പാവപ്പെട്ടവർക്ക് കാണാനോ അങ്ങനെ കൊടുക്കാറുണ്ടോ? അപ്പൊ അതേപോലെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലില്, ചെറിയ ഹോസ്പിറ്റലുകൾ, ഇനിയുള്ള വലിയ വലിയ ഒരുപാട് മുതൽ മുടക്കൊക്കെ കൊടുത്ത് ഈ എക്യുപ്മെന്റുകൾ വാങ്ങാൻ കഴിവില്ലാത്ത ഹോസ്പിറ്റലിന് അവര് ഫ്രീ ആയിട്ട് നൽകുന്നു. നെക്സ്റ്റ് പറയുന്നത് 5 ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് എന്നാണ് കേട്ടോ. നിങ്ങളുടെ ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? ക്യാപിറ്റലിനാണ് കിടക്കുന്നത്. ക്യാപിറ്റൽ എന്നാക്കാം കേട്ടോ, ക്യാപിറ്റൽ. അതായത് നമ്മുടെ ഓർഡിനറി പർച്ചേസിങ്ങും സാധാരണ പർച്ചേസിങ്ങും ക്യാപിറ്റൽ എക്യുപ്മെന്റിലെ വലിയ വലിയ മുതൽ മുടക്കുകൾ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ആദ്യത്തെ പ്രധാന വ്യത്യാസം? എന്താണ് മെയിൻ ഡിഫറൻസ്? എന്താണ് എന്തെന്നെ അറിയാം എന്ന് പറഞ്ഞേ, പറയേ. കോസ്റ്റ് എങ്ങനെയാണ് ഓർഡിനറി പർച്ചേസും നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റും തമ്മിലുള്ള പ്രൈസ് എങ്ങനെയാണ്? കോസ്റ്റ്, ചെലവ് വരുന്നത് സെയിം ആണോ? അല്ല അല്ലെ. ഏതിനാണ് കൂടുതൽ കോസ്റ്റ് വരുന്നത്, എക്സ്പെൻസ് വരുന്നത്? ഏതിനാണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസുകൾക്കാണ് അല്ലെ. നെക്സ്റ്റ് ലീഡ് ടൈം എങ്ങനെയായിരിക്കും? രണ്ടിനും ഒരേ സമയം എടുത്താണോ നമുക്ക് ലഭ്യമാക്കുന്നത്? വലിയ വലിയ മെഷീനറീസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ലഭിക്കോ? ഓർഡിനറി പർച്ചേസ് പോലെ പെട്ടെന്ന് ലഭിക്കോ? ഇല്ല അല്ലെ. ഒരുപാട് കുറച്ച് താമസം എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ ലീഡ് ടൈമിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നെഗോസിയേഷൻ അല്ലെ. നമ്മൾ ചർച്ചകൾ നടത്താറുണ്ട് അല്ലെ. സെല്ലറുമായിട്ട് നമ്മൾ പറഞ്ഞു നെഗോഷിയേഷൻ നടത്താറുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ ചർച്ചകളുടെ ആ പീരീഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾക്കും ഓർഡിനറി എക്യുപ്മെന്റുകൾക്കും ഒരേപോലെ ആയിരിക്കും നമ്മൾ ചർച്ചകൾ നടത്തേണ്ടി വരുന്നത്? ആണോ? അല്ല അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റുകളിൽ നമുക്ക് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും അല്ലെ. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്നതാണ് അല്ലെ. അല്ലെ. അപ്പൊ നമുക്ക് ഒരുപാട് ചർച്ചകൾ നടത്താനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നടക്കുന്ന ചർച്ചകൾ എന്താണ്? എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്നുണ്ട് അല്ലെ, നീണ്ടു പോകുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് ഇതൊക്കെ അവൈലബിൾ സോഴ്സസ് ആണ് കേട്ടോ. നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റുകളും ഓർഡിനറി എക്യുപ്മെന്റുകളും തമ്മിൽ ആ ഒരു സാധനങ്ങൾ കിട്ടുന്ന സോഴ്സ് എങ്ങനെയാണ്? നമുക്ക് ഓർഡിനറി പർച്ചേസുകൾ ഒരുപാട് സോഴ്സുകളിൽ നിന്ന് ലഭ്യമായിരിക്കും അല്ലെ. അല്ലെ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തു നിന്നും കിട്ടും അല്ലെ. പക്ഷെ എന്താണ്, കൂടുതൽ മുതൽ മുടക്ക് കൊടുത്ത് മേടിക്കുന്ന ആ ഒരു എക്യുപ്മെന്റുകൾ എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് റിസോഴ്സുകളായിരിക്കും അല്ലെ. സോഴ്സുകളല്ലേ വരുള്ളൂ. എല്ലാ ഷോപ്പിൽ നിന്നും നമുക്ക് കിട്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റുകളുടെ സോഴ്സുകൾ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ ആണോ? മിസ് എടുക്കുന്നത് എക്സ്റ്റെൻഡ് ഓഫ് നെഗോഷിയേഷൻ ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് അല്ലെ. നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന നെഗോഷിയേഷൻ ചർച്ചകൾക്ക് ഒരുപാട് സമയം അല്ലെ ഹൈ കൂടുതലായിരിക്കും. ലോ ഇൻ ഓർഡിനറി പർച്ചേസ് അല്ലെ. നമ്മുടെ ഓർഡിനറി പർച്ചേസുകൾക്ക് ലോ ആയിരിക്കും അല്ലെ. കുറച്ച് സമയം മാത്രം ആ ഒരു നെഗോഷിയേഷൻ നീളുന്നുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ലീഡ് ടൈം റിക്വയർമെന്റ്സ് അല്ലെ. നമ്മൾ ഒരു പർച്ചേസിന് ഓർഡർ കൊടുത്തിട്ട്
നമുക്കത് ഡെലിവറി ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയമാണ് ലീഡ് ടൈം അല്ലെ. ആ ലീഡ് ടൈം എങ്ങനെയാണ് വരുന്നത്? ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾക്ക് ഒരുപാട് സമയം എടുക്കുകയും ഓർഡിനറി പർച്ചേസുകൾക്ക് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ അല്ലെ, നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് സ്പേസ് ഓഫ് എക്സ്പെൻഡിച്ചർ വെരി ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ ഒരുപാട് എക്സ്പെൻസ് കൂടുതലായിരിക്കും, പക്ഷെ ഓർഡിനറി പർച്ചേസിന് എക്സ്പെൻസ് കുറവായിരിക്കും. അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസസ്. നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനുള്ള ഉറവിടം സോഴ്സ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് 3 ways to obtain an item to an organization. ഒരു ഓർഗനൈസേഷന് ഒരു എന്താണ് 3 വഴികളിലൂടെയാണ് അവർ ആ ഒരു ഐറ്റം, ആ ഒരു പ്രോഡക്റ്റുകൾ അവർക്ക് ലഭ്യമാക്കുന്നത്. നമുക്കൊരു കാർ വാങ്ങണമെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് കാറുകൾ വാങ്ങാം അല്ലെ. എങ്ങനെയൊക്കെ വാങ്ങാം ഒന്ന് പറഞ്ഞേ. ഒരു കാറ് വാങ്ങണം നിങ്ങൾക്ക് കാറ് വേണം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്വന്തമാക്കാം കാറ്? പുതിയത് വാങ്ങാം അല്ലെ, ന്യൂ കാറ് വാങ്ങാം. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ന്യൂ കാറ് വാങ്ങാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കാറ് എന്തായാലും വേണം. യൂസ്ഡ് കാർ വാങ്ങാം അല്ലെ. സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർ വാങ്ങാം അല്ലെ. EMI ആയിട്ട് പുതിയ കാറ് EMI ആയിട്ട് എടുക്കാം, എന്നാലും പുതിയ കാറ് തന്നെയല്ലേ. അപ്പൊ യൂസ്ഡ് കാർ വാങ്ങാം EMI ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പൈസ കൊടുത്ത് നമുക്ക് പുതിയ കാറ് വാങ്ങാം. പിന്നെ ഒരു മെത്തേഡും കൂടി ഉണ്ട്, നമുക്ക് വാങ്ങിക്കാം. റെന്റിന് എടുക്കാമോ? കുറച്ച് നാളത്തേക്ക് അല്ലെ, ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്കൊക്കെ നമുക്ക് റെന്റിന് എടുക്കാം അല്ലെ, അല്ലെങ്കിൽ 1 മാസത്തേക്ക് റെന്റിന് എടുക്കാലോ. അപ്പൊ നമുക്ക് ഒരു സാധനങ്ങൾ എത്ര രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്? പുതിയത് വാങ്ങാം, യൂസ്ഡ് കാർ അല്ലെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങാം, പിന്നെ എന്താണ് റെന്റ് ആയിട്ട് അല്ലെങ്കിൽ ലീസിനൊക്കെ വാങ്ങാം. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റുകള് ഐറ്റംസ് ഒക്കെ അവർ എങ്ങനെയാണ് 3 വഴികളിലൂടെയാണ് അവർക്ക് ലഭ്യമാക്കുന്നത്. പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ് അല്ലെ, അവർ പുതിയ എക്യുപ്മെന്റ് വാങ്ങുന്നു. രണ്ടാമത് പറയുന്നത് പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് അല്ലെ, ഓൾഡ് കാർ വാങ്ങുന്നു അല്ലെ. അപ്പൊ എന്താണ് അവര് യൂസ് ചെയ്തതോ അല്ലെങ്കിൽ ഓൾഡ് ആയിട്ട് പഴയതോ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ വാങ്ങുന്നു. മൂന്നാമത്തേത് എന്താണ്? ബൈ ലീസിംഗ് അല്ലെ, അവര് പട്ടത്തിന് അല്ലെങ്കിൽ റെന്റിന് വാടകയ്ക്ക് എടുക്കുന്നു. ഓക്കെ അല്ലേ? ഇത് നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. നമ്മൾ പുതിയ എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കി. ടു കളക്ട് എങ്ങനെയായിരിക്കണം നമ്മൾ ആ ഒരു പുതിയ എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യേണ്ടത്? ടു കളക്ട് ദ റെലവന്റ് ഡാറ്റ അബൌട്ട് ദ എക്യുപ്മെന്റ് ഓർ ഫ്രം ദി യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മ എന്താണ് ആ പുതുതായിട്ട് വാങ്ങിക്കാൻ പോകുന്ന ആ കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഡാറ്റാസ് ശേഖരിക്കണം അല്ലെ, കളക്ട് ചെയ്യണം. എവിടെ നിന്ന്? യൂസർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഒരു പുതിയ കാറ് വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഷോറൂമിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് എൻക്വയറി നടത്താറുണ്ട് അല്ലെ. ആണോ? പോയിങ്ങാണ്ട് ആദ്യം ഒരു കാറ് വാങ്ങുകയാണോ ചെയ്യുന്നത്? അതിന്റെ മൈലേജ് അറിയണം അല്ലെ, മൈലേജ്, പ്രൈസ്, ഫീച്ചേഴ്സ് അല്ലേ. അപ്പൊ എന്താണ് നമ്മ വാങ്ങിക്കാൻ പോകുന്ന അല്ലെ, പുതുതായി വാങ്ങുന്ന ആ ഒരു ഐറ്റംസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിനെ കുറിച്ചുള്ള പ്രസക്തമായിട്ടുള്ള ഡാറ്റാസ് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ശേഖരിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അങ്ങനെ ശേഖരിച്ചു, അവര് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ ഒരു ഡാറ്റാസ് ഒക്കെ ശേഖരിച്ചു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്യും? നമ്മുടെ സപ്ലയേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ വെൻഡേഴ്സിന് എന്ത് ചെയ്യും? പർച്ചേസ് എൻക്വയറി നടത്തും അല്ലേ. ആണോ? അപ്പൊ പല പർച്ചേസ് സപ്ലയേഴ്സിൽ നിന്നും പല വെൻഡേഴ്സിനും എൻക്വയറി നടത്തും. അപ്പൊ അവരെന്ത് ചെയ്യും? കൊട്ടേഷൻസ് ആയിട്ടോ, നമ്മുടെ ഹോസ്പിറ്റലിന് കൊട്ടേഷൻസ് ആയിട്ട് അല്ലെ
ഇപ്പൊ നമ്മ ഒരു 3 ഷോറൂമില് കാറിന്റെ ഷോറൂമിൽ ചെന്ന് നമ്മ എൻക്വയറി നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? പിറ്റേന്ന് തന്നെ നമ്മളെ വിളിക്കും. ആ 3 ഷോപ്പിൽ നിന്ന് നമ്മളെ വിളിക്കോ? ഷോറൂമിൽ നിന്ന് വിളിക്കോ? വിളിക്കില്ല അല്ലേ? അപ്ഡേറ്റ് ചെയ്യില്ലേ? വിളിക്കില്ലേ? അപ്പൊ അതേപോലെ എന്താണ്, ഇവര് ആർക്കൊക്കെ എൻക്വയറീസ് നടത്തിയിട്ടുണ്ടോ അവരിൽ നിന്നെല്ലാം എന്ത് ചെയ്യും? കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു. ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻസ് ഫ്രം ദി സപ്ലയേഴ്സ് അല്ലെ? ഇവര് എൻക്വയറി നടത്തിയ സപ്ലയേഴ്സിൽ നിന്നൊക്കെ കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഓക്കെ ആണോ? മൂന്നാമത്തെ എന്താണ്? അസസ്മെന്റ് ഓഫ് ദി കൊട്ടേഷൻസ് ഓഫ് ബിഡ്സ് അല്ലെ? ഓർ ബിഡ്സ് കേട്ടോ. എന്താണ്? ആ കൊട്ടേഷൻസ് അവര് അസസ് ചെയ്യാണ് അല്ലെ? നമ്മളാണെങ്കിലും 3 കാറിന്റെ ഷോറൂമിൽ ചെന്ന് അവര് നമ്മളെ വിളിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മ അവരുടെ അടുത്ത് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാലും അവര് 3 പേരും പറയുന്ന റേറ്റ് ചിലപ്പോ ഒരേപോലെ ആയിരിക്കില്ല അല്ലെ? എവിടെയെങ്കിലൊക്കെ ഒരു ഇത്തിരി ഡിഫറൻസ് വരില്ലേ റേറ്റിലും? ഇല്ലേ? വരും അല്ലെ? അപ്പൊ അതേപോലെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അവര് കൊടുക്കുന്ന, നമ്മുടെ സപ്ലയേഴ്സ് കൊടുക്കുന്ന കൊട്ടേഷൻസ് വിലയിരുത്തുന്നു, അസസ്മെന്റ് നടത്തുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആയി പോകുന്നതാണോ നിങ്ങൾ? ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് ആയി പോകുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും? തന്നെ ലെഫ്റ്റ് ആയി പോകുന്നുണ്ടോ? നെറ്റ് ഇഷ്യൂ ഉണ്ട് അല്ലെ ഇടയ്ക്ക്? ഓക്കെ. ഇടയ്ക്ക് ഇങ്ങനെ ലെഫ്റ്റ് ആവുന്നതും പിന്നെ ഇതാവുന്നതും കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ മിസ് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് എടുത്താലോ? അത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇതിൽ തന്നെ അസസ്മെന്റ് ഓഫ് കൊട്ടേഷൻസ് അസസ് ചെയ്യുന്നു. ഓർ ആണ് കേട്ടോ, ഓഫ് അല്ല. ഓർ ബിഡ്സ് എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കുക കേട്ടോ. അവരല്ലെങ്കിൽ എന്താണ്, എക്യുപ്മെന്റുകൾ ലേലം വിളിക്കുന്നു അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ഫാക്ടേഴ്സ്. നമ്മുടെ ന്യൂ എക്യുപ്മെന്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് പറയുന്നത് എക്കണോമിക് ലൈഫ് ഓഫ് ദി മെഷീൻ. ഒരു മെഷീന്റെ എക്കണോമിക് ലൈഫ് അല്ലെ? അപ്പൊ നോക്കിയേ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി സർവീസ് ലൈഫ് ഓഫ് എൻ അസറ്റ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു എക്യുപ്മെന്റിന്റെ സർവീസ് ലൈഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആയുസ് അല്ലെ? ആ ഒരു അസറ്റിന്റെ ആയുസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് ലൈഫിൽ ഉൾപ്പെടുത്തുന്നത്. which reduce the average cost per period of time. ഇതിന്റെ പീരീഡ് ഓഫ് സർവീസസ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു എക്യുപ്മെന്റുകള് സർവീസ് നടത്തുമ്പോൾ, ആ ഒരു എക്യുപ്മെന്റ് നമുക്ക് സേവനം നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈം ആൻഡ് കോസ്റ്റ് ഡയമെൻഷൻ. ഇതില് അതിന്റെ ടൈം, കോസ്റ്റ് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. മിസ് പറഞ്ഞുതരാം. ഇത് നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് എക്കണോമിക് ലൈഫ് ഓഫ് ദി മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു മെഷീൻ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്സിയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ ഒക്കെ മേടിച്ചു കഴിഞ്ഞാല് നമുക്കത് റിപ്പയർ ആവാതെ നമുക്ക് കുറച്ച് നാള് യൂസ് ചെയ്യാൻ പറ്റില്ലേ? ഒരു 4-5 വർഷം നമുക്ക് എന്ത് പറ്റാം? റിപ്പയർ ചെയ്യാണ്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലെ? ഒരു കേടുപാടുകളും കൂടാതെ യൂസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് ലൈഫ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒരു കേടുപാടുകളും കൂടാതെ, ഒരു കംപ്ലൈൻസുകളും വരാതെ നമുക്ക് ആ ഒരു മെഷീൻ എത്ര നാള് യൂസ് ചെയ്യാൻ സാധിച്ചു, അത്രയുമുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി സർവീസ് ലൈഫ് ഓഫ് എൻ അസറ്റ്. ഒരു അസറ്റിന്റെ, ഒരു എക്യുപ്മെന്റിന്റെ സർവീസ് ലൈഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് ലൈഫിൽ ഉൾപ്പെടുന്നത്. അതെന്താണ്? ആ ഒരു എക്യുപ്മെന്റ് നമുക്ക് സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കോസ്റ്റ്, ചെലവ് നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കോസ്റ്റ് വരുന്നുണ്ടോ? റിപ്പയർ ചെയ്യാതെ, കേടുപാടുകൾ വരാതെ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാലോ നമുക്കത് റിപ്പയർ ചെയ്യാനോ എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ ആണ്. അപ്പൊ അത്
എക്കണോമിക് ലൈഫ് ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മെഷീൻ അല്ലെ. ഒരു മെഷീന്റെ ഫിസിക്കൽ ലൈഫ്, the total period of productivity of the machine or the entire life of the machine. ഒരു മെഷീനിന്റെ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റിന്റെ ടോട്ടൽ പീരീഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി അല്ലെ, മുഴുവൻ ഉൽപാദനക്ഷമതയുടെ ആ ഒരു ടൈം പീരീഡ്, അതല്ലെങ്കിൽ അതിന്റെ എൻറ്റയർ ലൈഫ് അല്ലെ, മുഴുവൻ ആ ഒരു ലൈഫ് പീരീഡിനെയാണ് നമ്മൾ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. മിസ് അത് വേറെ രീതിയിൽ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടില് വാഷിംഗ് മെഷീൻ ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും ഒരു 4 വർഷമൊക്കെ നമുക്കത് കംപ്ലൈന്റ് കൂടാതെ ഉപയോഗിക്കാം അല്ലെ, ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിലോ അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വന്നിട്ട് നമ്മ അത് റിപ്പയർ ചെയ്ത് ചിലപ്പോ അതൊരു നമുക്ക് പിന്നെ കുറച്ച് നാളും കൂടെ യൂസ് ചെയ്യാം അല്ലെ, ഒരു 4 വർഷവും കൂടിയൊക്കെ യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒരു കംപ്ലൈന്റ് ഒക്കെ വന്ന് നിമ്മ വീണ്ടും റിപ്പയർ ഒക്കെ ചെയ്തില്ലേ. അപ്പൊ നമ്മൾ എത്ര നാളാ ഒരു മെഷീൻ ഉപയോഗിച്ചു? 8 വർഷം യൂസ് ചെയ്തു അല്ലെ. 4 വർഷം അതിന്റെ എക്കണോമിക് ലൈഫും പിന്നെ അത് റിപ്പയർ ഒക്കെ ചെയ്ത് നമ്മ വീണ്ടും ഒരു 4 വർഷം കൂടി യൂസ് ചെയ്തു. അപ്പൊ 8 വർഷം നമ്മ ഉപയോഗിച്ചോ? അപ്പൊ ആ ഒരു ടോട്ടൽ ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ടാക്സ് ലൈഫ്. നമ്മൾ പറയാറുണ്ട് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർ വിച്ച് ദ ക്യാപിറ്റൽ കോസ്റ്റ് ക്യാൻ ബി റിസീവ്ഡ് അല്ലെ. എന്താണ് നമ്മ ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്? മൂലധന ചെലവ്, ആ ഒരു ക്യാപിറ്റൽ കോസ്റ്റ് തിരികെ ലഭിക്കുന്ന വർഷങ്ങള് എന്ന് വെച്ചാല് നമ്മ ചില സമയത്ത് പറയാറില്ലേ, എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാല് മുതലാക്കിയ പൈസ നമുക്ക് ലഭിച്ചു എന്ന് പറയാറുണ്ടോ? നമ്മുടെ ലൈഫിൽ പറയാറുണ്ട്. നമ്മ ചെലവാക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടി എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മ അങ്ങനെ പറയുന്നത്? ഏത് സമയത്താണ് നമ്മ പറയുന്നത്? നമ്മ അതിനൊരു 10,000 രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് ആ ഒരു പൈസ ലഭിച്ചു അല്ലെ, നമുക്ക് അത് മുതലായി അല്ലെ, ആണോ? അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് സ്കാനിങ് മെഷീൻ സ്കാനിങ് എടുക്കാനുള്ള മെഷീനിന് അവർക്ക് ഒരു 2 ലക്ഷം രൂപ ചെലവായി ഒരു CT സ്കാൻ മെഷീന് വേണ്ടിയിട്ട്. അപ്പൊ CT സ്കാനിന് എത്ര രൂപയാണ് നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നത് ഹോസ്പിറ്റല്? ഒരാളിൽ നിന്ന് 2000 രൂപ അല്ലെ. അവർ വെച്ചൊക്കെ വരുന്നത് 2500 ഒക്കെയാണ് അല്ലെ, ആണോ? ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒരു പേഷ്യന്റിൽ നിന്ന് 2000 ഏകദേശം നമുക്ക് ആവറേജ് നമുക്ക് 2500 എടുക്കാം. 2500 എടുത്തു കഴിഞ്ഞാല് ഒരു ദിവസം ചിലപ്പോ ഒരു പേഷ്യന്റിനാണോ സ്കാനിങ് നടത്തുന്നത്? ചിലപ്പോ 1-2 പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, 2-3 പേഷ്യൻസ് ഉണ്ടാവാം. അപ്പൊ അവർക്ക് ആ ഒരു ചെലവായിട്ടുള്ള ആ ഒരു 2 lakh rupees അവർ എത്ര ആളുകളിൽ നിന്ന് എത്ര സമയം കൊണ്ട് അല്ലെ, എത്ര സമയം കൊണ്ട് അവർക്ക് അത് തിരിച്ചു കിട്ടി? ആ ഒരു ടൈം പീരീഡിനെയാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ അവർക്ക് എന്താണ്, ഇപ്പൊ 2000 രൂപയാണ് സ്കാനിങ്ങിന്റെ പൈസ എങ്കിൽ അവർക്ക് ഒരു 200 പേഷ്യന്റിനെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു പൈസ തിരിച്ചു കിട്ടി അല്ലെ, 2 lakh rupees തിരിച്ചു കിട്ടിയോ? 200 അല്ല 100 പേഷ്യൻസിൽ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു പൈസ തിരിച്ചു കിട്ടി അല്ലെ. ചിലപ്പോ ആ ഒരു 100 പേഷ്യൻസിന് അവർക്ക് സ്കാനിങ് എടുക്കാൻ ചിലപ്പോ അവർക്ക് 6 മാസോ അല്ലെങ്കിൽ 4 മാസോ ചെലവായിട്ടുണ്ടാവുള്ളൂ അല്ലെ, 4, 6, 8 ഒന്ന് കൂട്ട്. അപ്പൊ അവർക്ക് ആ എത്ര ടൈം എടുത്തു? അവർ ആ ഒരു പൈസ ചെലവാക്കിയ പൈസ തിരിച്ചു കിട്ടാനായിട്ട് 8 മാസം എടുത്തു അല്ലെ. അപ്പൊ ആ ഒരു ടൈം പീരീഡിനെയാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അവര് മുതലാക്കിയ ആ ഒരു മൂലധന ചെലവ് അവര് എത്ര നാള് കൊണ്ടാണോ അവർക്ക് തിരികെ ലഭിച്ചത്, ആ ഒരു ടൈം പീരീഡ് ആണ് ടാക്സ് ലൈഫ്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ?
നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് അല്ലെ, ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ്, ഇലക്ട്രിസിറ്റി. നമ്മ ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് എന്ത് നമ്മൾ ആലോചിക്കാറുണ്ട്? അത് കംപ്ലൈന്റ് ആയാൽ അതിന്റെ സ്പെയർസ്, അതിന്റെ പാർട്സുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാകുമോ എന്ന് ആലോചിക്കാറുണ്ട് അല്ലെ. അതല്ലെങ്കിൽ എന്താണ്, അത് കംപ്ലൈന്റ് വന്നാൽ പിന്നെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പൈസ പോയി അല്ലെ. ആണോ? സ്പെയർസ് ലഭ്യമല്ലെങ്കിലോ നമുക്ക് പിന്നെ അത് നന്നാക്കി യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്താണ് ഒബ്റ്റൈനബിലിറ്റി. അപ്പൊ ഈ ഹോസ്പിറ്റലിലെ മെഷീനറീസ് എന്നൊക്കെ പറയുന്നത് അവർ വലിയ വലിയ മുതൽ മുടക്കം നടത്തി വാങ്ങിക്കുന്നതായിരിക്കും അല്ലെ. അപ്പൊ അവര് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? നമ്മുടെ മാർക്കറ്റിലോ നമ്മുടെ വിപണിയിലോ ആ ഒരു മെഷീൻസിന്റെ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിന്റെ സ്പെയർസിന്റെ ലഭ്യതയുണ്ടോ? ഇലക്ട്രിസിറ്റി അല്ലെ. ഇപ്പൊ നമ്മ വീട്ടില് വാഷിംഗ് മെഷീൻ വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് നോക്കിയിട്ടാണ് വാങ്ങുന്നത്? 5 സ്റ്റാറും 3 സ്റ്റാർ ഒക്കെ നോക്കിയിട്ടാണ് അല്ലെ. 5 സ്റ്റാർ നോക്കിയിട്ടാണ് വാങ്ങുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്റ്റാർ നോക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? കറണ്ട് അല്ലെ, ഇലക്ട്രിസിറ്റി അതിന് കുറച്ച് മതി അല്ലേ. ഇലക്ട്രിസിറ്റി കുറച്ച് മതി അതിന് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെലവ് അവിടെ കുറവാണ് അല്ലെ വരുന്നത്, ചെലവ് കുറയും. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റി, ആ ഒരു മെഷീനുമായി ബന്ധപ്പെട്ട് അവർക്ക് കറണ്ട് എത്ര യൂസ് ചെയ്യണം, എത്ര ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി അവര് മുൻകൂട്ടി നോക്കുന്നുണ്ട്. ഓക്കെ ആണത്. നെക്സ്റ്റ് പറയുന്നത് പൊട്ടൻഷ്യലി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം അല്ലെ. ഇപ്പൊ ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മെഷീൻ അവർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാല് അവര് നിലവിലുള്ള സിസ്റ്റത്തിന് അവർക്ക് സാധ്യതയുണ്ടോ എന്ന് കൂടി അവര് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ അവര് പുതിയൊരു മെഷീൻ വാങ്ങി, ആ ഒരു മെഷീൻ അവരുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനത്തിന് ആവശ്യമുണ്ടോ എന്ന് കൂടി അവർ മുൻകൂട്ടി കാണണ്ടേ, തീരുമാനിക്കണം അല്ലെ, ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പൊ പീഡിയാട്രിക് സെക്ഷൻ ഇല്ലാത്ത ഒരു ഹോസ്പിറ്റല് പീഡിയാട്രിക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന വലിയ വലിയ മെഷീനറീസ് വാങ്ങിയിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ കാർഡിയോളജി സെക്ഷൻ ഇല്ലാത്ത ഹോസ്പിറ്റലിന് വേണോ? വേണോ? വേണ്ട അല്ലെ. അപ്പൊ എന്താണ് അവര് വാങ്ങിക്കുന്ന ആ ഒരു പുതിയ മെഷീനറീസ് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ് അവരുടെ നിലവിലെ സംവിധാനത്തില് സാധ്യതയുണ്ട്, അവർക്ക് ഉപകാരപ്രദമാണോ എന്നുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. എന്താണ്? നിക്ഷേപത്തിന്റെ സാമ്പത്തിക സർവേ നമ്മളാണെങ്കിലും ചെയ്യാറുണ്ട്. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം നമ്മ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് അത് ആവശ്യമുണ്ടോ അല്ലെ, നമ്മ പൈസ കൊടുക്കുന്നതിനുള്ള മുതലുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാറില്ലേ. നമ്മ കൊടുക്കുന്ന പൈസക്കുള്ള മുതലുണ്ടോ അല്ലെ, വാല്യൂ ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട് അല്ലെ. അതേപോലെ എന്താണ് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ എക്കണോമിക് സർവേ നടത്താറുണ്ട് അല്ലെ, സാമ്പത്തിക സർവേ നടത്തുന്നു. ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് കൺസിഡറേഷൻ, ഇനീഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ് അല്ലെ. പിന്നെ കൂടാതെ അവർ ആ ഒരു വാങ്ങുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റുകൾ കൂടി അവർ പരിഗണിക്കാറുണ്ടെന്ന്. അതായത് ഇനീഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസ് കോസ്റ്റ് അല്ലെ, അത് അവര് ആ ഒരു മെഷീൻ വാങ്ങിക്കുന്നതിന് വേണ്ടി അവർക്ക് എത്ര രൂപ ചെലവാകുന്നുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ അവർക്ക് എത്ര രൂപ വരും, അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, ചിലവ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി അവര് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പരിഗണിക്കാറുണ്ട്. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് എടുക്കാലോ. പർച്ചേസിംഗ് ഓഫ് എൻ ഓൾഡ് എക്യുപ്മെന്റ് അല്ലെ. അപ്പൊ നമ്മൾ ന്യൂ എക്യുപ്മെന്റുകളുടെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ് ഓഫ് എൻ ഓൾഡ് എക്യുപ്മെന്റ് അല്ലെ. ഓൾഡ് പഴയ എക്യുപ്മെന്റുകൾ അവർ പർച്ചേസ് ചെയ്യാണ്. ഡൺ ഓയിങ് ടു, അപ്പൊ നമ്മെ പഴയ എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ പഴയ ഓൾഡ് യൂസ്ഡ് കാറൊക്കെ വാങ്ങുന്നത് എപ്പോഴാണ് നമ്മ വാങ്ങുന്നത്? നമ്മുടെ കയ്യില് അതിനുള്ള ഫണ്ട് ഇല്ലാത്ത സമയത്ത് അല്ലെ. നമുക്ക് അത് ആവശ്യമാണ്, പക്ഷെ പുതിയത് വാങ്ങാനുള്ള അത്രയും പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സമയത്തല്ലേ നമ്മൾ യൂസ്ഡ് കാർ വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ടെസ്റ്റ് റണ്ണിന് വേണ്ടി വാങ്ങിക്കാറുണ്ട് അല്ലെ.
എക്സ്പെരിമെന്റിനൊക്കെ വേണ്ടി ഇപ്പൊ നമ്മ പുതിയ ബൈക്ക് 2 വീലർ ഓടിച്ച് പഠിച്ചു. അപ്പൊ നമ്മ വേഗം ചിലര് പോയി ഫസ്റ്റ് തന്നെ പുതുത് വാങ്ങും. അതല്ലാത്തവർ എന്ത് ചെയ്യും? മിക്കവാറും ആളുകൾ എന്താണ് സെക്കൻഡ് ഹാൻഡ് 2 വീലർ വാങ്ങി പഠിച്ചതിന് ശേഷം മാത്രമാണ് അല്ലെ അത് ഉപയോഗിച്ച് നല്ലോണം എക്സ്പീരിയൻസ് ആയതിനു ശേഷമായിരിക്കും പുതുത് വാങ്ങുന്നത് അല്ലെ? ആണോ? അപ്പൊ എന്താ നമ്മുടെ ഹോസ്പിറ്റലില് ഈ ഒരു ഓൾഡ് എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ യൂസ്ഡ് എക്യുപ്മെന്റുകൾ വാങ്ങുന്നത് എപ്പോഴൊക്കെയാണ്? ഡൺ ഓയിങ് ടു ഷോർട്ടേജ് ഓഫ് മണി. ഷോർട്ടേജ് ഓഫ് മണി അല്ലെ? അവരുടെ കയ്യില് പൈസയുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത്, ഷോർട്ടേജ് ഉള്ള സമയത്ത്, or to use of equipment as an experiment. എന്താണ് ആ ഒരു ഹോസ്പിറ്റലില് ആ ഒരു എക്യുപ്മെന്റിന്റെ ഒരു എക്സ്പെരിമെന്റ് അല്ലെ ഇതിന് വേണ്ടിയിട്ട് അവരെന്ത് വാങ്ങിക്കാറുണ്ട്? ഓൾഡ് എക്യുപ്മെന്റുകൾ വാങ്ങുന്നു ഒരു പരീക്ഷണത്തിനായി അല്ലെ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിന് എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ ഉണ്ടോ, എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, ആളുകൾക്ക് അത് ഉപകാരപ്രദമാകുമോ എന്നുള്ള കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്? ഓൾഡ് എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മുടെ ഓൾഡ് എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുന്ന 4 സോഴ്സുകളാണ് കേട്ടോ നെക്സ്റ്റ് പറയുന്നത്. 4 മെയിൻ സോഴ്സസ് ഫോർ പർച്ചേസിങ് ആൻഡ് ഓൾഡ് എക്യുപ്മെന്റ്. നമ്മുടെ ഓൾഡ് എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുന്നതിനുള്ള 4 പ്രധാന ഉറവിടങ്ങള്. ഫസ്റ്റ് പറയുന്നത് ഡയറക്ട്ലി ബൈങ് ഫ്രം ദി ഓണേഴ്സ് അല്ലെ. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓണറുകളുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാറുണ്ട്. അങ്ങനെയല്ലേ നമ്മൾ യൂസ്ഡ് കാറുകള് എങ്ങനെയൊക്കെ വാങ്ങാറുണ്ട്? നേരിട്ട് പോയി ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏജൻസികൾ വഴി അല്ലെ. യൂസ്ഡ് കാറുകളൊക്കെ വിൽക്കുന്ന ഷോറൂമുകൾ ഉണ്ട് അല്ലെ? ഇല്ലേ? യൂസ്ഡ് കാറുകളൊക്കെ വിൽക്കുന്ന ഷോറൂമുകൾ ഉണ്ട്. അല്ലെങ്കിൽ ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട് അല്ലെ? ബ്രോക്കർമാർ ഇടനിലക്കാരുമായി ബന്ധപ്പെട്ട്. അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് പഴയ എക്യുപ്മെന്റുകൾ 4 രീതിയിലാണ്, 4 ഉറവിടങ്ങളിൽ നിന്നാണ് അവര് പർച്ചേസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്? ഓണേഴ്സിൽ നിന്ന് അല്ലെ നേരിട്ട് അവർ വാങ്ങുന്നു. അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് വി ക്യാൻ see the working of the particular equipment and also about the details of past usage of the concerned equipment അല്ലെ. അപ്പൊ നമ്മ ഓണേഴ്സിൽ നിന്ന് നേരിട്ട് വാങ്ങുമ്പോൾ നമുക്ക് പല അഡ്വാൻറ്റേജുകൾ ഉണ്ട്, പല ഗുണങ്ങളുണ്ട്. എന്താണ്? നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റിന്റെ വർക്കിംഗ് കണ്ടീഷൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം അല്ലെ. അവിടെ പോയി അല്ലെ ആ ഒരു എന്താണ് ബൈയിങ് ഓണേഴ്സിന്റെ അടുത്ത് പോയി അതിന്റെ പ്രവർത്തനം നേരിട്ട് കാണാം. അതിന്റെ മുൻപത്തെ പാസ്റ്റ് യൂസേജ് ഒക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലേ? അതെന്താണ് അഡ്വാൻറ്റേജ്? നമ്മുടെ ഓണറിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ ആ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നത് മൂലം എന്താണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റിന്റെ വർക്കിംഗ് അല്ലെ പ്രവർത്തനം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാസ്റ്റ് യൂസേജിലെ മുൻപത്തെ ആ ഒരു ഉപയോഗത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കിട്ടാൻ സാധ്യമാകുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് യൂസർ ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സ് അല്ലെ. എന്താണ്? നമ്മൾ യൂസ്ഡ് കാർ വാങ്ങിക്കുന്ന ഡീലേഴ്സിൽ നിന്ന് അല്ലെ, ഷോറൂമുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്താണ്? വാറണ്ടി ഫോർ എ ഷോർട്ട് പീരീഡ് അല്ലെ. നമുക്ക് പുതിയത് വാങ്ങിക്കുന്ന അത്രയും ആ ഒരു വാറണ്ടി കിട്ടുന്നുണ്ടോ? അത്രയും നാളത്തേക്ക് വാറണ്ടി കിട്ടോ? ഇല്ല അല്ലെ. ഒരു ഷോർട്ട് പീരീഡ് ടൈമിലേക്കായിരിക്കും അല്ലെ, കുറച്ച് നാളുകൾക്ക് മാത്രമായിരിക്കും അവർ ആ ഒരു വാറണ്ടി തരുന്നത് അല്ലെ. 2 types of equipment received from them: rebuilt or reconditioned equipmentകൾ അല്ലെ. നമുക്ക് ആ ഒരു സമയത്ത് അവരിൽ നിന്ന് വാങ്ങിക്കുന്ന എക്യുപ്മെന്റുകൾ എങ്ങനെയായിരിക്കാം? ചിലപ്പോ അവര് രണ്ടാമത് പുനർനിർമ്മിച്ചതായിരിക്കാം അല്ലെ. എന്തെങ്കിലും കേടുപാടുകളൊക്കെ പറ്റിയിട്ട് അവര് റീകണ്ടീഷൻ ചെയ്തതോ അല്ലെങ്കിൽ റീബിൽഡ് ചെയ്തതോ ആവാലോ അല്ലെ. നന്നാക്കിയതൊക്കെ ആയിരിക്കാം അല്ലെ.
അപ്പൊ എന്താണ് നമുക്ക് ആ ഒരു യൂസർ ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയത്തേക്ക് മാത്രമാണ്, കുറച്ച് നാളുകൾക്ക് മാത്രമാണ് വാറണ്ടി കിട്ടുന്നത്. കൂടാതെ റീബിൽഡ് പുനർനിർമ്മിച്ചതോ അല്ലെങ്കിൽ നമ്മൾ കണ്ടീഷൻ ചെയ്തതോ പുനഃസ്ഥാപിച്ചതോ ആയിട്ടുള്ള എക്യുപ്മെന്റുകളായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ബ്രോക്കേഴ്സ് അല്ലെ. മിസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെയാണ് ബ്രോക്കേഴ്സിൽ നിന്ന് നമ്മൾ വാങ്ങാറുണ്ട് അല്ലെ. ബ്രോക്കേഴ്സിന് ഇടനിലക്കാരെ പിടിച്ചു നിർത്തി കാണിട്ട് അവരുടെ ആ ഒരു ഇതില് നമ്മ പഴയ ആളുകളിൽ നിന്ന് വാങ്ങാറുണ്ട്, ബ്രോക്കേഴ്സിൽ നിന്ന് വാങ്ങുന്നു. നെക്സ്റ്റ് ഓപ്ഷണറീസ്. ഓപ്ഷണറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേലക്കാർ എന്ന് പറയില്ലേ, ലേലത്തിലൊക്കെ ഇട്ടിട്ട് ലേലത്തിൽ പോയി വാങ്ങിക്കാറില്ലേ, അവര് പറയുന്ന അല്ലെ. അപ്പൊ എന്താണ്, ലേലത്തിലും ഓൾഡ് എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ യൂസ്ഡ് എക്യുപ്മെന്റുകൾ വാങ്ങുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ലേലത്തിൽ വാങ്ങാറില്ലേ? ചിലപ്പോ ചില സമയങ്ങളിൽ അല്ലെ സാധനങ്ങൾ ഇട്ടിട്ട് അവര് ലേലത്തിൽ കൊടുക്കും അല്ലെ, ഒരു റേറ്റ് പറഞ്ഞിട്ട് അതിൽ ലേലം വിളിച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് യൂസർ എക്യുപ്മെന്റുകൾ സ്വന്തമാക്കാം. നെക്സ്റ്റ് പറയുന്നത് നമ്മ ബ്രോക്കേഴ്സിൽ നിന്ന് വാങ്ങുന്നതും ഓപ്ഷണൽസിനൊക്കെ നമുക്ക് വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ തരുന്നുണ്ടോ? ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ ലേലം വിളിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഉണ്ടോ? ഇല്ല, അവര് നമുക്ക് വാറണ്ടി ഒന്നും തരാറില്ല ബ്രോക്കേഴ്സ് ഒന്നും. അപ്പൊ എന്താണ്, ബോത്ത് ആർ റിസ്കി സോഴ്സസ്. ഇത് രണ്ടും റിസ്കി സോഴ്സസ് ആണെന്ന്. കൂടാതെ there will be no warranty. അവര് നമുക്ക് എന്ത് തരുന്നില്ല? വാറണ്ടി നൽകുന്നില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജ് ഇൻ ബൈയിങ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഓൾഡ് എക്യുപ്മെന്റുകൾ വാങ്ങുന്നത് കൊണ്ടുള്ള ഡിസ്അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? അപ്പൊ നോക്കി, ഫസ്റ്റ് ഇക്കണോമിക് ലൈഫ് ഓഫ് പെർട്ടിക്കുലർ എക്യുപ്മെന്റ് കനോട്ട് ബി അസർട്ടൈൻഡ് അല്ലെ. നമുക്ക് ആ ഒരു എക്യുപ്മെന്റിന്റെ എക്കണോമിക് ലൈഫ് നമുക്ക് പറയാൻ പറ്റുമോ? എത്ര നാള് ഉപയോഗിക്കാമെന്ന് കേടുവരാതെ എത്ര നാൾ ഉപയോഗിക്കാമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? എത്ര നാൾ ഉപയോഗിച്ചോ അത്രയും നല്ലതെന്ന് പറയൂ അല്ലെ. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ വാങ്ങിച്ച് പിറ്റേ മാസം തന്നെ ഈ ഓൾഡ് എക്യുപ്മെന്റുകള് അല്ലെങ്കിൽ യൂസ്ഡ് എക്യുപ്മെന്റുകൾ കേടുപാടുകൾ വരാം അല്ലെ. നമുക്ക് ചിലപ്പോ ചിലര് പറയാറുണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ മേടിച്ചു കഴിഞ്ഞാല് റിപ്പയർ ആയിരിക്കും അല്ലെ, എന്നും പണിയായിരിക്കും എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് അതിന്റെ ആ ഒരു എക്കണോമിക് ലൈഫ് ഓഫ് പീരീഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നത് നോ ആഫ്റ്റർ സെയിൽ സർവീസ്. നമ്മ വാങ്ങിച്ച അത്രയും പൈസക്ക് നമ്മൾ തിരിച്ചു കൊടുത്താൽ കിട്ടോ? ചിലപ്പോ നമുക്കത് വിൽക്കാൻ തന്നെ സാധിക്കില്ല അല്ലെ. ഇപ്പൊ നമ്മ യൂസ്ഡ് കാറ് 2 ലക്ഷത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്ക് വിൽക്കുമ്പോ 2 ലക്ഷം തന്നെ കിട്ടോ? ചിലപ്പോ 50,000 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. ചിലപ്പോ വിൽക്കാനും സാധിക്കില്ല, അതിന്റെ ആ മോഡലൊക്കെ പോയി അല്ലെ. ഇപ്പൊ എന്താണ്, നോ ആഫ്റ്റർ സെയിൽ സർവീസ്. കൂടാതെ എന്താണ്, അവർക്ക് നമ്മ വാങ്ങിച്ചു കഴിഞ്ഞാല് അത് വാങ്ങിച്ചവര് നമുക്ക് എന്തെങ്കിലും സെയിൽ സർവീസ് വാറണ്ടിയും ഗ്യാരണ്ടി ഒക്കെ തരുന്നുണ്ടോ? ഓണേഴ്സ് ഒക്കെ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ തരുന്നുണ്ടോ? ഇല്ല അല്ലെ. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് നമ്മൾ നന്നാക്കണ്ടേ. അപ്പൊ എന്താണ്, നോ ആഫ്റ്റർ സെയിൽ സർവീസ്. അത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാല് അത് വിൽപ്പന നമുക്ക് പുതുതായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ തരാറുണ്ട് അല്ലെ. 2 വർഷത്തേക്ക് വാറണ്ടി ഒക്കെ തന്നിട്ട് അതിന്റെ ഇടയിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ വന്നു കഴിഞ്ഞാല് അവര് തന്നെ വന്ന് നമുക്ക് നന്നാക്കി തരാറില്ലേ. അവരുടെ സർവീസ് സെന്ററിൽ നിന്ന് ആള് വന്ന് നമുക്ക് നന്നാക്കി തരില്ലേ. പക്ഷെ എന്താണ്, യൂസ്ഡ് എക്യുപ്മെന്റുകൾക്കൊക്കെ സെയിൽ സർവീസ് നോ ആഫ്റ്റർ സെയിൽ സർവീസ് ലഭ്യമല്ല. ഓക്കെ അല്ലേ? അത് വിൽപ്പനാനന്തര സേവനം ലഭ്യമല്ല. നെക്സ്റ്റ് പറയുന്നത് മെയിന്റനൻസ് ചാർജ് ഹൈ അല്ലേ. നമുക്കത് മെയിൻ്റെനൻസ് ചെയ്യുന്നതിനുള്ള ചാർജ് കൂടുതലായിരിക്കും അല്ലെ. പുതിയതിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾക്ക് എന്താണ്, കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലെ, ചെലവ് കൂടുതലായിരിക്കും. ഓക്കെ ആണോ?
നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, നെക്സ്റ്റ് എടുക്കട്ടെ. ലീസിംഗ് ഈസ് നെക്സ്റ്റ് പറയുന്നത് ലീസിംഗ് ഓഫ് എൻ എക്യുപ്മെന്റ്. എന്താണ് എക്യുപ്മെന്റുകൾ നമ്മൾ ലീസിന് എടുക്കാം അല്ലെ, പാട്ടത്തിന് എന്നൊക്കെ പറയും, ലേലത്തിന് എടുക്കാം. അപ്പൊ പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കി. ലീസിംഗ് ഈസ് എ പ്രോസസ് by which the right to handle an equipment changes but ownership doesn't change അല്ലെ. നമ്മൾ ഈ ലീസിന് എടുക്കുന്ന സമയത്ത് ആ ഒരു എക്യുപ്മെന്റുകൾ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു അവകാശം മാത്രമാണ് അല്ലെ മാറുന്നത്, യൂസ് ചെയ്യാനുള്ള അവകാശം മാത്രമല്ലേ മാറുന്നത്. ഓണർഷിപ്പ് മാറുന്നുണ്ടോ, ഉടമസ്ഥാവകാശം മാറുന്നുണ്ടോ. ഇപ്പൊ നമ്മൊരു കാറ് അല്ലെങ്കിൽ നമ്മൊരു വീട് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് മാറുന്നുണ്ടോ, ഉടമസ്ഥാവകാശം ഇല്ല അല്ലെ. നമുക്ക് കുറച്ച് നാളത്തേക്ക് അത് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമാണ് അല്ലെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഒരു ലീസിംഗ് പ്രോസസ് എന്ന് പറയുന്നത്, ലീസ് പ്രക്രിയ എന്ന് പറയുന്നത് ആ ഒരു എക്യുപ്മെന്റുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള, കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്, വ്യത്യാസപ്പെടുന്നത്. പക്ഷെ അതിന്റെ ഉടമസ്ഥാവകാശം ചേഞ്ച് ആവുന്നില്ല. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സർ പേഴ്സൺ ഹു ഗിവ്സ് എക്യുപ്മെന്റ് ഫോർ ലീസ് ആൻഡ് ലെസ്സി person who acquire a particular equipment. ഇത് ആരൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്, ആരുടെ ഇടയിൽ തമ്മിലുള്ള ഒരു ബന്ധമാണ്, ലെസ്സിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമ്മുടെ ലീസിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്. ലെസ്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണ്, പേഴ്സൺ ഹു ഗിവ്സ് എക്യുപ്മെന്റ് ഫോർ ലീസ്. ആരാണോ എക്യുപ്മെന്റ്, ആരാണോ ഐറ്റംസ് വാടകയ്ക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? ആരാണോ എക്യുപ്മെന്റ് അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ കാറ് എന്തായിക്കോട്ടെ ആ ഒരു ഐറ്റം വാടകയ്ക്ക് അല്ലെങ്കിൽ ലീസിന് കൊടുക്കുന്നത് അവരാണ് ലെസ്സോ. ആരാണ് വാടകയ്ക്ക് വാങ്ങുന്നത്, അവരാണ് ലെസ്സി. ഓക്കെ ആണോ? ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ്. അടയാളപ്പെടുത്താം, ലീസിംഗ് പ്രോസസ് അടയാളപ്പെടുത്താം, ലീസിംഗ് പ്രോസസ് വരും. പിന്നെ അഡ്വാൻറ്റേജ് ഇൻ ബൈയിങ് ആൻഡ് ഓൾഡ് എക്യുപ്മെന്റുകൾ വരും. പിന്നെ 4 മെയിൻ സോഴ്സസ് പറയാം കേട്ടോ. പിന്നെ ഇതിൽ എക്കണോമിക് ലൈഫ്, ഫിസിക്കൽ ലൈഫ്, ടാക്സ് ലൈഫ് ഒക്കെ മിസ് പറഞ്ഞില്ലേ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ എന്താണ് ഈ പ്രൈം ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത്ര അടയാളപ്പെടുത്താം കേട്ടോ. നമ്മുടെ ലീസിംഗ് പ്രോസസ് എന്ന് പറയുന്നത് വാടകയ്ക്ക് എടുക്കുന്ന ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കുന്ന ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ലെസ്സോയും ലെസ്സിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് അല്ലെ. അതിൽ ലെസ്സോ എന്ന് പറയുന്നത് ആരാണോ പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഐറ്റം അല്ലെങ്കിൽ എക്യുപ്മെന്റ് കൊടുക്കുന്നത്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെസ്സോ എന്ന് പറയുന്നത്. ആരാണോ പാട്ടത്തിന് വാങ്ങുന്നത് അല്ലെങ്കിൽ വാടകയ്ക്ക് വാങ്ങുന്നത് അവരെയാണ് എന്ത് പറയുന്നത്, ലെസ്സി എന്ന് പറയുന്നത്. ഇപ്പൊ മിസ്സിന്റെ കയ്യിലൊരു വീടുണ്ട്, ഞാനത് ആർക്കാണ്, ഡിൻസിക്ക് വാടകയ്ക്ക് കൊടുത്തു. അപ്പൊ ഇവിടെ ആരാണ് ലെസ്സോ, ആരായിരിക്കും എന്ന് പറഞ്ഞേ, ലെസ്സോ ആരാണ്? ഞാനല്ലേ, മിസ്സാണ്. ലെസ്സി ആരായിരിക്കും? ഡിൻസി. ഓക്കെ ആയോ? ശരണ്യ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ. Leasing is done due to lack of funds for doing experiment as a test run, right? As per the duration for which the equipment is needed to avoid the huge lead time for temporary adjustment or when the capital equipment is available only lease. നമ്മൾ ലീസിന് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റുകള് വാങ്ങുന്നത് എപ്പോഴൊക്കെയാണ് നോക്കിയേ, ലാക്ക് ഓഫ് ഫണ്ട് അല്ലേ. നമുക്ക് ഫണ്ടിന്റെ പൈസയുടെ കുറവുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ലീസിന് എടുക്കാം അല്ലെ.
നമ്മ അങ്ങനെയല്ലേ കാറൊക്കെ റെന്റിന് എടുക്കുന്നത് 1 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്കൊക്കെ അല്ലേ ഫണ്ടിന്റെ കുറവുള്ളപ്പോൾ. അതല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് അല്ലെ ഒരു ടെസ്റ്റ് റണ്ണിന് വേണ്ടി വാങ്ങിക്കാറില്ലേ? ഒരു ഹോസ്പിറ്റലില് ആ ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത് ഉപകാരപ്രദമാണോ, നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അല്ലെ ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള ഒരു ടെസ്റ്റ് റൺ ആയിട്ടും. അപ്പൊ അങ്ങനെ ടെസ്റ്റ് റൺ നടത്തണമെങ്കിൽ അവർ പുതിയത് വാങ്ങണോ? പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അത്രയും ചെലവ് വരാണ് അല്ലെ, ചിലപ്പോ അവർക്ക് അത് ഉപകാരപ്രദമായിരിക്കില്ല. അപ്പൊ അവർ ആ പൈസ പോയോ, ഡെഡ് മണി ആയി പോയില്ലേ? ആണ് അല്ലെ. അപ്പൊ അവരെന്താണ് ഒരു ടെസ്റ്റ് റൺ, ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ടെസ്റ്റ് റൺ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആസ് പെർ ദ നെക്സ്റ്റ് 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു എക്യുപ്മെന്റ് നമുക്ക് കുറച്ച് സമയത്തേക്ക് മാത്രം ആവശ്യമായി വരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ലീസിന് എടുക്കാറുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കല്യാണങ്ങളൊക്കെ എവിടെയാണ്, വീടുകളിൽ വെച്ചാണ് അല്ലെ നടത്താറ്. കണ്ടിട്ടുണ്ടോ മാരേജ് ഫങ്ഷൻസ് ഒക്കെ? ഇപ്പോഴും ചിലര് നടത്താറുണ്ട്. അപ്പൊ ആ സമയത്ത് അവിടെ എന്താണ്, പണ്ടൊക്കെ എപ്പോഴും പവർ കട്ട്, കറണ്ട് പോകുന്ന കറണ്ട് ഒക്കെ പോകാറുണ്ട് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, അപ്പൊ അത് കറണ്ട് പോയി കഴിഞ്ഞാല് ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ജനറേറ്റേഴ്സ് ഒക്കെ എടുക്കാറുണ്ടോ? അവർക്ക് എന്താണ് ചിലപ്പോ ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം ആവശ്യമായി വരുള്ളൂ അല്ലെ. അതേപോലെ എന്താണ്, അപ്പൊ അവർക്ക് ചിലപ്പോ തലേന്ന് ആ രാത്രിക്കലത്തെ ആ ഒരു നൈറ്റിന്റെ ഫങ്ഷൻസിന് മാത്രം വേണ്ടിയായിരിക്കും അല്ലെ. അപ്പൊ അവര് പുതിയത് വാങ്ങണോ? ആ കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് വേണ്ട. അപ്പൊ അവരെന്ത് ചെയ്യും, വാടകയ്ക്ക് എടുക്കും അല്ലേ, വാടകയ്ക്ക് എടുക്കും. അപ്പൊ അതേപോലെ എന്താണ്, അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം ആ ഒരു എക്യുപ്മെന്റുകൾ ആവശ്യമായി വന്നാല്, നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആവശ്യമായി വന്നു കഴിഞ്ഞാല് അവരെന്തിനെടുക്കാറുണ്ട്, ലീസിന് എടുക്കാറുണ്ട്. ടു അവോയ്ഡ് ഹ്യൂജ് ലീഡ് ടൈം ഫോർ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് അല്ലെ. ആ ഒരു എക്യുപ്മെന്റുകളോ ഒരുപാട് നമ്മ പറഞ്ഞു, നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റുകളോ വാങ്ങിക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എന്താണ്, ഒരു വലിയ ടൈമാണ് അല്ലെ, ഒരുപാട് ലീഡ് ടൈം എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ലീഡ് ടൈം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ വലിയ മുതൽ മുടക്ക് കൊടുത്ത് വാങ്ങേണ്ട മെഷീനറീസ് അവര് ലീസിന് എടുക്കുന്നു, ഹോസ്പിറ്റലുകാര് ലീസിന് എടുക്കുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജ് ഓഫ് ലീസിങ്. നമ്മുടെ ലീസിങ് കൊണ്ടുള്ള, വാടകയ്ക്ക് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ് അല്ലെ. നമുക്ക് ഔട്ട്ലേ എന്ന് പറഞ്ഞാല് മുതൽ മുടക്ക് ട്ടോ. എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓൺ സംതിങ്, നമ്മൾ എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ചെലവാക്കുന്ന ആ ഒരു സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ചെലവാക്കുന്ന പൈസയെയാണ് നമ്മൾ ഔട്ട്ലേ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ലീസിന് വേണ്ടി ചെലവാക്കുന്ന പൈസ എങ്ങനെയാണ്, കുറവാണ് അല്ലെ. ഒരു ചെറിയ മുതൽ മുടക്കല്ലേ നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് പുതിയ കാർ വാങ്ങണമെങ്കിൽ 8 ലക്ഷം രൂപ ഒക്കെ വേണ്ടി വരും. നമ്മ പക്ഷെ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ചിലപ്പോ നമുക്ക് 10 രൂപ 12 15 രൂപയൊക്കെ മതി അല്ലേ, ആണോ? അപ്പൊ എന്താണ്, ചെറിയൊരു മുതൽ മുടക്ക് മാത്രം അവർക്ക് ആവശ്യമായി വരുന്നുള്ളൂ. റിസ്ക് ഓഫ് ഒബ്സലസൻസ് ഈസ് ലെസ്സൺ ഉണ്ട് അല്ലെ. ഒബ്സലസൻസ് എന്ന് പറഞ്ഞാല് the process of becoming outdated or old fashioned and no longer used. ലോങ്ങർ യൂസ്ഡ് എന്നുള്ളത് അതിന്റെ ഒപ്പം തന്നെ വരുന്ന വേർഡാണ് കേട്ടോ, ലോങ്ങർ യൂസ്ഡ്. അപ്പൊ ഒബ്സലസൻസ് എന്ന് പറഞ്ഞാല് നമ്മൊരു സാധനം വാങ്ങിച്ചിട്ട് ചിലപ്പോ അത് ഔട്ട്ഡേറ്റഡ് ആവാം അല്ലെ, അതല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ ആവാം, അല്ലെങ്കിൽ നമുക്ക് അത് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമ്പോ നമ്മ ആ ചെലവാക്കിയ പൈസ നമുക്ക് നഷ്ടപ്പെടാണോ ചെയ്യുന്നത്? ഓൾഡ് ഫാഷൻ ആയി പോവാ, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ്, നമുക്ക് അത് യൂസ് ചെയ്യാൻ എക്സ്പയറി ഡേറ്റ് ആയി പോവാ, അല്ലെങ്കിൽ ഒരുപാട് നാള് യൂസ് ചെയ്യാൻ സാധിക്കാതെ വരിക. അപ്പൊ എന്താണ്, നമുക്ക് ആ പൈസ പോയില്ലേ, ആണോ? നഷ്ടമല്ലേ വരുന്നത്. അപ്പൊ ആ ഒരു ഒബ്സലസൻസുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകള് പ്രശ്നങ്ങളും കുറയ്ക്കാൻ സാധിക്കുന്നു. മെയിൻ്റെനൻസ്
can be done by both the lessor and the lessee. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു മെയിൻ്റനൻസ് രണ്ടുപേരും കൂടിയാണ് അല്ലെ നടത്തുന്നത്. ലെസ്സറും ലെസ്സോറും ലെസ്സിയും കൂടിയാണ് അല്ലെ നടത്തുന്നത് അല്ലെ. ഒരാൾ തന്നെയാണോ അല്ലേ? നമുക്ക് തരുന്ന ആളും അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിട്ടല്ലേ നമുക്ക് തരുന്നത്, വാടകയ്ക്ക് തരുന്നത് അല്ലെ. അപ്പൊ ലെസ്സോയും രണ്ടുപേരും കൂടിയാണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ മെയിൻ്റനൻസ് നടത്തുന്നത് ലെസ്സോയും ലെസ്സിയും കൂടിയാണ്. പ്രൊക്വയർമെന്റ് ഓഫ് ദി എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസ് ഉണ്ട് അല്ലെ. നമുക്ക് ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു വാടകയ്ക്ക് എടുക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടില്ലേ. നമ്മളിപ്പോ കാറ് റെന്റിന് എടുക്കുകയാണെങ്കിൽ അവരെടുത്ത് പോയി സംസാരിച്ച് നമുക്ക് ആ ഒരു കാർ ഓക്കെ ആണെങ്കിൽ നമ്മൾ അഡ്വാൻസ് കൊടുത്ത് അപ്പൊ തന്നെ കാറ് മേടിക്കുകയാണ് അല്ലെ വാടകയ്ക്ക് അല്ലേ. അപ്പൊ ലീഡ് ടൈം എടുക്കുന്നുണ്ടോ? ഒരുപാട് ലീഡ് ടൈം എടുക്കുന്നുണ്ടോ അവിടെ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ലീഡ് ടൈമും കുറവായിരിക്കും. ആ ഒരു എക്യുപ്മെന്റ് നമുക്ക് ലഭിക്കാൻ നമുക്ക് സംഭരിക്കാൻ എടുക്കുന്ന ആ ഒരു സമയവും ലീഡ് ടൈമും കുറവായിരിക്കും. ഓക്കെ ആണോ? ഔട്ട്ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു പ്രാരംഭ ചിലവ് ഇനിയാണ് നമ്മൾ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഒബ്സലസൻസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഒരു സാധനം പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ് ഔട്ട്ഡേറ്റഡ് ആയി പോവാ, അല്ലെങ്കിൽ പഴയ മോഡൽ ആയി പോവാ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നാള് യൂസ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ആ ഒരു പ്രക്രിയയൊക്കെയാണ് നമ്മൾ ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മിസ് എന്നെടുത്ത ഭാഗങ്ങള് എല്ലാവർക്കും ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.